രാജ്യത്തെ ഒന്നാകെ നടുക്കിയ വാർത്തയാണ് അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് ഉച്ചയ്ക്ക് 1:30 പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് 787 എന്ന വിമാനം മിനിറ്റുകൾക്കുള്ളിൽ തീഗോളമായത്. അത്ഭുതകരമായി ഒരാൾ രക്ഷപ്പെട്ടതൊഴിച്ചാൽ നിറയെ സ്വപ്നങ്ങളുമായി ജീവിതയാത്ര തുടങ്ങി പാതി വഴിയിൽ അത് മരണത്തിന് വിട്ടു നൽകിയ 241 പേരുടെ ജീവിതവും ജീവനുമാണ് നഷ്ടമായത്. ഇതാദ്യമായല്ല ആകാശ ദുരന്തം സംഭവിക്കുന്നത്. നോക്കാം ആകാശ ദുരന്തത്തിൻ്റെ നാൾവഴികൾ. 1950 നവംബർ 3 മുംബൈയിൽ നിന്നും ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എയർ ഇന്ത്യ വിമാനം ഫ്രാൻസിന്റെ മോൺ ബ്ലാങ്ക് പർവ്വതനിരയിൽ തകർന്നു വീണു. നാവിഗേഷൻ തകരാറും പൈലറ്റിന്റെ ശ്രദ്ധക്കുറവും കാരണം 8 ജീവനക്കാരടക്കം 48 യാത്രക്കാർ മരിച്ചു. 1966 ജനുവരി 24 മുംബൈയിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം ജനീവയിൽ ഇറങ്ങുന്നതിന് തൊട്ടുമുമ്പ് മൗണ്ട് ബ്ലാങ്ക് മാസിഫ് പർവ്വതനിരകളിൽ ഇടിച്ചു തകർന്നു. പൈലറ്റും എയർ ട്രാഫിക് കൺട്രോളും തമ്മിലുള്ള ആശയവിനിമയം നഷ്ടപ്പെട്ടപ്പോൾ 11 ജീവനക്കാർ ഉൾപ്പെടെ 117 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 1973 മെയ് 31 ചെന്നൈയിൽ നിന്നും ഡൽഹിയിലേക്ക് പോയ എയർ ഇന്ത്യ എയർലൈൻസ് വിമാനം ഡൽഹിയിൽ വിമാനത്താവളത്തിൽ ഇറക്കുന്നതിന് മുമ്പ് അപകടത്തിൽപ്പെട്ടപ്പോൾ സാങ്കേതിക പിഴവിൽ അന്ന് മരണപ്പെട്ടവർ 48 പേരായിരുന്നു. 1976 ഒക്ടോബർ 12 ഇന്ത്യൻ എയർലൈൻസിന്റെ കാരവൽ വിമാനം മുംബൈയിൽ നിന്നും പറന്നുയർന്നപ്പോൾ തന്നെ തകർന്നു വീഴുകയായിരുന്നു. സാങ്കേതിക തകരാറിന്റെ പിഴവിൽ ജീവൻ പൊലിഞ്ഞത് 95 പേർക്കാണ്. 1978 ജനുവരി 1 മുംബൈയിലെ സഹർ വിമാനത്താവളത്തിൽ നിന്നും ദുബായിലേക്ക് പറന്നുയർന്ന് 101 സെക്കൻഡിനുള്ളിൽ ബാന്ദ്രയ്ക്ക് സമീപം അറേബ്യൻ കടലിൽ തകർന്നു വീണു. പൈലറ്റിന് ശ്രദ്ധക്കുറവും ഡയറക്ടർ ആക്റ്റീവ് റൂട്ട് യന്ത്രം തകരാറായതുമാണ് അപകട കാരണം. അന്ന് മരിച്ചതാകട്ടെ 213 പേർ. 1978 നവംബർ ജനുവരിയിൽ നടന്ന വിമാന ദുരന്തത്തിന് മാസങ്ങൾക്കിപ്പുറം നവംബറിൽ മറ്റൊരു ദുരന്തം കൂടി ഉണ്ടാകും. ഇന്ത്യൻ എയർഫോഴ്സിന്റെ AN-12 വിമാനം ജമ്മു കാശ്മീരിലെ ലേക്ക് സമീപം മോശം കാലാവസ്ഥയും സാങ്കേതിക തകരാറും മൂലം തകർന്നു വീണു. ആ അപകടത്തിൽ നഷ്ടമായത് 77 പേരുടെ ജീവനുകളാണ്. 1988 ഒക്ടോബർ 12 മുംബൈയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് പോകുകയായിരുന്ന എയർ ഇന്ത്യ എയർലൈൻസ് വിമാനം ലാൻഡിങ്ങിന് തൊട്ടുമുമ്പ് തകർന്നു വീണു. അതായത് ഇപ്പോൾ നടന്നതിന് സമാനമായി മറ്റൊരു ദുരന്തം. പൈലറ്റിന്റെ തെറ്റായ തീരുമാനത്തിൽ അന്ന് ജീവൻ പൊലിഞ്ഞത് 133 പേർക്കാണ്. 1990 ഫെബ്രുവരി 14 മുംബൈയിൽ നിന്നും ബംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന ഇന്ത്യൻ എയർലൈൻസ് ബംഗളൂരു വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ തകർന്നു. ശരിയായ ഉയരത്തിൽ താഴ്ത്താൻ കഴിയാതെ വന്നപ്പോൾ 92 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 1991 ഓഗസ്റ്റ് 16 കൊൽക്കത്തയിൽ നിന്നും ഇംഫാലിലേക്ക് പോകുകയായിരുന്ന ഇന്ത്യൻ എയർലൈൻസ് ഇംഫാലിലെ മണിപ്പൂരിൽ തകർന്നു വീഴുകയായിരുന്നു. മോശം കാലാവസ്ഥയിൽ പൊലിഞ്ഞത് 63 ജീവനുകളാണ്. 1993 ഏപ്രിൽ 26 മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ നിന്നും യാത്ര തുടങ്ങിയ ഇന്ത്യൻ എയർലൈൻസ് റൺവേയിലൂടെ എതിർദിശയിൽ വന്ന ട്രക്കുമായി കൂട്ടിയിടിച്ച് തകർന്നു. റൺവേയിലൂടെ അനധികൃതമായി കയറി വന്ന ട്രക്കുമായി കൂട്ടിയിടിച്ചത് മൂലം 55 പേർ മരിച്ചു. 1996 നവംബർ 12 ഡൽഹിയിൽ നിന്നും ഹൈറാനിലേക്ക് പോവുകയായിരുന്ന സൗദി അറേബ്യൻ എയർലൈൻസ് എഗണിൽ നിന്നും ഡൽഹിയിലേക്ക് വരികയായിരുന്ന കസാഖിസ്ഥാൻ വിമാനവുമായി ആകാശത്ത് കൂട്ടിയിടിച്ചു. ഹരിയാനയ്ക്ക് സമീപം നടന്ന കൂട്ടിയിടിയിൽ 2 വിമാനങ്ങളിലെയും മുഴുവൻ യാത്രക്കാരും മരിച്ചു. എയർ ട്രാഫിക് കൺട്രോളിന്റെ ആശയവിനിമയത്തിന്റെ പിഴവായിരുന്നു ഈ ആകാശം. 2000 ജൂലൈ 17 കൊൽക്കത്തയിൽ നിന്ന് പട്നയിലേക്ക് പറന്നുയർന്ന അലയൻസ് എയർ ബീഹാറിലെ ജനവാസ കേന്ദ്രത്തിലേക്ക് തകർന്നു വീണു. നിലത്തുണ്ടായിരുന്ന 5 പേരടക്കം 55 യാത്രക്കാരും മരിച്ചു. സാങ്കേതിക പിഴവും പൈലറ്റിന്റെ അശ്രദ്ധയുമായിരുന്നു അപകട കാരണം. 2010 മെയ് 22 ദുബായിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുകയായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് മംഗലാപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ റൺവേയിൽ നിന്നും തെന്നിമാറി മലയിടുക്കിലേക്ക് ഇടിച്ചു കയറി. 166 പേരിൽ 8 പേർ രക്ഷപ്പെട്ടപ്പോൾ 158 പേർ മരിച്ചു. പൈലറ്റിന്റെ പിശകായിരുന്നു അപകട കാരണം. 2016 ജൂലൈ 22 ചെന്നൈയിൽ നിന്നും
പോർട്ട് ബ്ലെയറിലേക്ക് പോകുകയായിരുന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ AN-22 വിമാനം ബംഗാൾ ഉൾക്കടലിൽ തകർന്നു വീണു. മോശം കാലാവസ്ഥയെ തുടർന്ന് തകർന്നു വീണപ്പോൾ വിമാനത്തിലുണ്ടായിരുന്ന 29 പേരും മരിച്ചു. 2020 ഓഗസ്റ്റ് 7 ദുബായിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ റൺവേയിൽ നിന്നും തെന്നിമാറി കുന്നിൻ ചെരുവിൽ ഇടിച്ച് 190 യാത്രക്കാരിൽ 21 പേർ മരിച്ചു. ടേബിൾ ടോപ്പ് റൺവേയും പൈലറ്റിന്റെ തെറ്റായ തീരുമാനവുമായിരുന്നു അപകടകാരണം.